എന്തിനു നിർത്തണം? എടാ റിഹേഴ്സൽ നന്നായാലേ പ്രോഗ്രാം വിജയിക്കുള്ളൂ. എടാ ഈ റെസിഡൻസ് അസോസിയേഷന്റെ പ്രസിഡന്റാണ് ഞാൻ. ഓണം വന്ന മാവേലി, പുലികളി വന്ന പുലി, ക്രിസ്മസ് വന്ന ക്രിസ്മസ് പാപ്പ. ആ എനിക്ക് ടൈമിങ്ങിൽ നിന്ന് കണ്ടുപിടിച്ച വ്യക്തി നീയായിരിക്കും. അല്ല, പറഞ്ഞത് നീയായിരിക്കും. ആരടാ നീ? പിള്ളേർക്കൊന്നും ഒരു ടൈമിംഗ് ഇല്ല, ശരിയാക്കി എടുക്കാം. പിന്നെ നിങ്ങൾ പുതിയ താമസക്കാരോട് പറയാണ്, ഇന്ന് ഇവിടെ ഗംഭീര പരിപാടികളൊക്കെ നടക്കുന്ന ക്രിസ്മസ് അല്ലേ? പ്രസിഡന്റായ ഞാൻ തന്നെ വേണം എല്ലാം പറഞ്ഞുതരാം. എല്ലാ മത്സരത്തിലും പങ്കെടുക്കണം, സമ്മാനങ്ങൾ നേടണം. എല്ലാ മത്സരത്തിലും ഞങ്ങൾ പങ്കെടുക്കുകയും ചെയ്യും, സമ്മാനം അടിച്ചെടുക്കുകയും ചെയ്യും അല്ലേ? അങ്ങനെ പിന്നെ പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ ഞാൻ പുതിയൊരു ആശയം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ നമ്മുടെ വില്ലകൾക്ക് സെക്യൂരിറ്റി മാത്രം പോരാ, നമുക്കൊരു കൂർക്കയും കൂടി വേണം. അയ്യോ, അത് വേണം പ്രസിഡന്റ്. ഇപ്പൊ കറുവാ സംഘം ഇറങ്ങുന്ന സമയാ. എന്തായാലും സംഘമായിട്ടല്ലേ അയച്ചായ. അതുകൊണ്ട് എന്റെ ഒരു അഭിപ്രായത്തിലേ ഓരോ വീട്ടിലേക്ക് ഓരോ ഗൂർക്ക തരണം. ഞങ്ങളുടെ വീട്ടിലേക്ക് സ്പെഷ്യൽ ഒരു ഗൂർക്ക വേണേ. ഗൂർക്കല്ലേ ചായ, ഗൂർക്ക അല്ലേ? അത് നല്ലൊരു ആശയമാണ്. അതെ, ഞാൻ അടുത്ത കമ്മിറ്റിയിൽ വെക്കാം. ഒന്ന് പിന്താങ്ങിയേക്കണേ. പിന്നെ ഞങ്ങൾ താങ്ങിയിരിക്കും. ഇത് മോനാണോ? അയ്യോ അതെ അതെ. അവൻ മിടുക്കനാണ് കേട്ടോ. പ്രസിഡന്റ് എടുക്കും. കണ്ണൻ കണ്ണൻ കാതിരുന്നു കണ്ണൊരു പായിടം. അങ്ങനെ താങ്ങാൻ പറ്റും തോന്നില്ല. അവളുടെ കൂർക്ക അവളെ ശരി. എന്താ ചായ? ഇച്ചാനല്ല കുച്ചായൻ. പിന്നെ എന്നതാ എടി, അയാൾ ഇവിടെ ഓരോ വീട്ടിലും ഓരോ കൂർക്കനെ വെക്കണം എന്ന് പറഞ്ഞപ്പം നീ അങ്ങ് പിന്താങ്ങില്ലോ. എടി, എന്റെ വീട്ടിൽ കൂർക്കനെ വെച്ചാൽ നിന്റെ അപ്പം കൊണ്ടൊന്ന് കാശ് കൊടുക്കോ? അത് പിന്നെ ചായ സ്റ്റാറ്റസ് നിന്റെ ഈ പൊങ്ങച്ചം കാരണമാണ് ഇപ്പൊ ഈ വർഷം വരെ 4ാമത്തെ വീട്ടിലേക്ക് നമ്മൾ മാറുന്നത്. കട്ടില് ചുമന്ന് എന്റെ നടുവ് കുപ്പിളിച്ചായി, ഇതൊക്കെ അറിയോ? അത് പിന്നെ പഴയ വീട്ടിൽ താമസിച്ചിരുന്ന പോലെയാണോ? ഇവിടെയൊക്കെ VIP-കളുടെ വില്ലയല്ലേ? ഞാൻ നോക്കിയപ്പോഴേ ഒരു വീട്ടില് ഡോക്ടർ, ഒരു വീട്ടില് എഞ്ചിനീയർ, ഒരു വീട്ടില് വക്കീല്. അപ്പൊ ഈ വീട്ടിലോ? എഞ്ചിനീയർ. ഇല്ല, പക്ഷേ എന്റെ അപ്പനെ ഞാൻ ചെറുതായിട്ടൊന്ന് മാറ്റിയായിരുന്നു. നിന്റെ അപ്പനെ മാറ്റിയോ? അയ്യോ, അപ്പനെ മാറ്റിയതല്ല, എന്റെ അപ്പന്റെ ജോലി ചെറുതായിട്ടൊന്ന് മാറ്റി. എന്താണ് അവന്റെ അപ്പന്റെ ജോലി? കളക്ടർ. എന്ത് കളക്ടർ? കളക്ടറോ? എടി, നീയും നിന്റെ കുടുംബക്കാരും കളക്ടർ എന്ന് പറഞ്ഞ ആളെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇല്ല, കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ഇതാണ് നിന്റെ ഈ പൊങ്ങച്ചം കാരണമാണ് എന്റെ ജീവിതത്തിൽ ഇത്ര വലിയ പ്രശ്നങ്ങളുണ്ടായത്. എന്റെ ഇച്ചയോ എന്താണ് ഇങ്ങനെ ഈഗോ അടിക്കല്ലേ? ഇച്ചായന്റെ അപ്പനും ഞാൻ നല്ല പണി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. കൂലിപ്പണിക്കാരനായ എന്റെ അപ്പൻ എന്ത് ജോലിയാണോ നീ മേടിച്ചു കൊടുത്തത്? തഹസിൽ സാറ്. തഹസിൽ സാറ്. ഓ എടി, അതെങ്കിലും ഒന്ന് മര്യാദയ്ക്ക് പറ. തഹസിൽദാർ അതൊക്കെ എനിക്കറിയാം, പക്ഷെ നമ്മളൊരു ഓഫീസിൽ ചെല്ലുമ്പോഴേ തഹസിൽ സാറേ എന്ന് വിളിക്കില്ലല്ലോ, സാറേന്നല്ലേ വിളിക്കുള്ളൂ. ഇതാടി ഇതിന്റെ കുഴപ്പം. ഈ ഒറ്റ പൊങ്ങച്ചം കാരണമാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത്. അവസാനമായിട്ട് ഒരു കാര്യം പറയാൻ പോവാ. ഇച്ചാൻ ചാവാൻ പോവാണോ? ഒറ്റ തന്നാണല്ലോ. നിന്റെ ഈ തിരുനാവാപുറത്ത് വന്ന് ഇനി പൊങ്ങച്ചങ്ങാനും പറഞ്ഞെന്ന് ഞാൻ അറിഞ്ഞ അന്നെ അവസാന. അത് പിന്നെ എന്റെ കാര്യല്ലേ, ഉറപ്പൊന്നും പറയാൻ പറ്റൂല. അത് വീട് എന്റെ ഇച്ചായ. അതെ, നമ്മൾ ഇവിടെ വന്നിട്ട് വാടക വീട് അത് അവിടെ വന്നിട്ട് ക്രിസ്മസ് ആദ്യമായിട്ട് ആഘോഷിക്കാൻ പോവല്ലേ. ഈ ആഘോഷത്തിന് എല്ലാ പോയിന്റും നമുക്ക് തന്നെ ആയിരിക്കണം. അതുപോലെ പോയിന്റ് എനിക്ക് നേടിത്തരുന്നുണ്ടല്ലോ. അയ്യോ, ക്രിസ്മസിന് ഇടാനുള്ള ബ്ലൗസ് കഴിച്ചില്ല. അയ്യോ, പോയിന്റ് കൂട്ടാൻ വേണ്ടി ബ്ലൗസ് എങ്ങാനും ഇടാണ്ട് വരുമോ? പരിചയമുള്ള പോലെ കർത്താവേ, അപ്പം വെള്ളം അടിച്ചിട്ടൊന്ന് കൂകുന്ന അതേ കൂകല്. ആരത്? നിന്റെ അപ്പനാടാ. അപ്പൻ എന്റെ മോനാ, ഇവിടുത്തെ ഓഫീസിൽ വലിയ സാറാ. എന്നെ നോക്കാതെ അങ്ങോട്ട് നോക്ക്. സത്യം ഞാൻ പറഞ്ഞത്, മാച്ചാവുന്നില്ലല്ലേ? ഈ കൊച്ചൻ എന്നാ പറ്റിയ ഭ്രാന്തായോ? അപ്പൊ വന്നെ സന്തോഷമാണോടാ? അപ്പൊ വന്നെ സന്തോഷമല്ല, എന്ത് കോലപ്പ. ഇവിടെ VIP താമസിക്കുന്ന കോളനിയാണ്. അപ്പന്റെ കാനക്കാട്ടി കിടക്കുന്ന പരിപാടി അല്ലത്, മനസ്സിലാക്കണം. ഒരു ക്രിസ്മസ് ദിവസം കയറി വരേണ്ട ഡ്രസ്സാണോ അപ്പൊ ഇത്? ഈ വേഷത്തിലാണോ വരേണ്ടത്?
പിന്നെ ക്രിസ്മസ് ആയിട്ട് ക്രിസ്മസ് അപ്പൂപ്പന്റെ വേഷത്തിൽ വരാൻ പറ്റൂടാ. എന്ത് കോലാ ഷർട്ട് കൊടുക്കല ചായക്കടയിലെ രാമകൃഷ്ണന്റെ ഷർട്ടും ചെരുപ്പുവാ വൈകുന്നേരത്തോടെ കൊണ്ട് കൊടുക്കാനുള്ളതാ. ഈ ബിഗ് ഷോപ്പറൊക്കെ ഇരിക്കുന്ന കണ്ടാച്ചാ മതി. എന്താ ഇത്? ഇതിനകത്ത് തന്നെ ഉള്ളതെന്ന് നിനക്കറിയാമോ? എന്ത് നീലക്കാച്ചിൽ. നീ പണ്ട് സ്കൂള് വിട്ട് വരുമ്പോഴേ കയ്യാലെ പൊളിച്ചിട്ട് നമ്മൾ പറിച്ചെടുത്തിട്ട് ഞാൻ പുഴുങ്ങി തരില്ലേ, അതിന്റെ ഞോള നീ തലയിൽ തേച്ച് നീ എന്തോ ഒരു ഓടിയിട്ടുണ്ടോ? താമസിക്കുന്ന സ്ഥലമാണ്. ശബ്ദം താഴ്ത്തി പറ. വന്ദേ ഭാരതം ഒന്ന് പോറകാണത്. പിന്നെ എന്നാണ്ട് വിശേഷമൊക്കെ? അച്ചായ, ഈ ബ്ലൗസിന്റെ കഴുത്ത് ഇറക്കി വെട്ടിയ കൊഴപ്പായല്ല. അപ്പൻ എപ്പോഴാ വന്നേ? ഞാനാ ഇപ്പം കുറെ നേരമായി വേല വന്നിട്ട്. അല്ല, അപ്പനിപ്പോ പഴയ പോലെ തെങ്ങ് കയറ്റൊന്നുമില്ലേ? ഇപ്പം തെങ്ങ് കയറാറുമുണ്ട് ഇറങ്ങാറുമുണ്ട്. നിന്നെ പോലെയൊക്കെ മേളിൽ കയറിയിട്ട് താഴേക്ക് ഇറങ്ങാതെ അവിടെ തന്നെ ഇരിക്കാറില്ല. അപ്പനിരിക്ക്, നിങ്ങളൊന്ന് വന്നേ. അതെ, അമ്മ പെയിൻ ജീപ്പ് നിനക്ക് അന്നിട്ടുണ്ടായിരുന്നു. അല്ല അപ്പനല്ല, ഞാൻ ഇച്ചായനെ വിളിച്ചേ. എന്നെയാടാ. നിങ്ങളൊന്ന് വന്നേ, വരാനിങ്ങോട്ട്. അപ്പൊ ഞാൻ വന്നത് ഇഷ്ടപ്പെട്ടില്ല. എന്താ ഉദ്ദേശം? എന്താ ഉദ്ദേശം? എനിക്കൊരു പേടിയില്ല. VIP ഏരിയാണ്. അപ്പന്റെ കോലൊന്ന് നോക്കിയേ. ഞാൻ എല്ലാവർക്കും തഹസിൽദാരെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കാര്യം ചെയ്യും, ഒന്നല്ലെങ്കിൽ അപ്പനെ മുകളിൽ പൂട്ടിയിടും, അല്ലെങ്കിൽ ഇറക്കി വിടും. ഞാൻ വിളിച്ചിട്ട് വന്നല്ലത്. എന്റെ ഇച്ഛ ഇന്ന് ക്രിസ്മസ് ആണ്, ആർക്ക് വരും പോകുന്ന അറിയോ? എല്ലാ VIP-കളുമാണ്. എനിക്കതൊന്നും അറിയണ്ട. ഒന്നല്ലെങ്കിൽ അപ്പനെ മുകളിൽ കൊണ്ട് പൂട്ടിയിടും, അല്ലെങ്കിൽ ഇറക്കി വിടും. അല്ലാതെ ഞാൻ ഈ റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്ന പ്രശ്നമില്ല കേട്ടോ. കാര്യം ഞാൻ പറയാം. എന്റെ സ്റ്റാറ്റസ് മൊത്തം പോവും. താളം കൊടുക്കാനായിട്ട് സത്യനെ സ്രാവ് കൊണ്ടോണേ, നീ എന്നെ ഓടാടെ കൊണ്ടോണേ. സാറോട് ഉണ്ടാന്നോ? പുള്ളിയോട് ഉണ്ടാവോ? പുള്ളിയോട് ഉണ്ടാവില്ലേ, പിന്നോടെ പോവാൻ? അല്ല, വിളിച്ചില്ലല്ലോ. ഇവിടെ ക്രിസ്മസ് ആയിട്ട് ഇവര് വീട്ടിൽ തന്നെ ഉണ്ടാവും. നമ്മളെപ്പോലൊന്നുമല്ല, നമ്മുടെ ഉത്തരവാദിത്തമുണ്ട്. അതെ അതെ. മാത്രമല്ല നമ്മുടെ ഈ റെസിഡൻസ് ഓഫ് സ്റ്റേറ്റിൽ ആദ്യമായിട്ട് താമസിക്കുന്ന ആൾക്കാരല്ലേ, ഇവരുടെ കാര്യം അന്വേഷിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഈ വരവിൽ തന്നെ നമ്മുടെ ഒരു മതിപ്പ് തോന്നും. അതെ അതെ. പിന്നെ അതിൻ്റെതായ ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ടാവും. നോക്കാമേ. അല്ലെ, നല്ല നല്ല സാധനങ്ങൾ കിട്ടുകൊടുന്നു. ഗംഭീര ആൾക്കാരാണ്. അവരൊട്ടും പുറകെ സാധനം മാത്രം അടിക്കുള്ളൂ അല്ലേ. പിന്നെ സാറേ സാറേ എന്താ സാറ്? ജസ്റ്റിസ് സാറ് അവന്റെ മോനെ അവൻ. അല്ല എന്റെ മോനെ അവൻ. ജസ്റ്റിസ് സാറിന്റെ ഫാദറാണോ? നിന്റെ നാട്ടില് തെങ്ങേറ്റക്കാരെ തഹസിൽദാരെന്നാണോ വിളിക്കണേ? സത്യം പറഞ്ഞ ജസ്റ്റിസ് സാർ പറഞ്ഞിരുന്നു, അച്ഛൻ തഹസിൽദാരാണെങ്കിലും സാധാരണക്കാരെ പോലെ ഇടപെടുന്നത് ഭയങ്കര തമാശക്കാരാന്ന് പറഞ്ഞിരുന്നു. എനിക്കൊരു പേടിയുണ്ടായിരുന്നു, ചൂടാവോ അങ്ങനെയൊക്കെ. എന്നെ പേടിക്കാൻ നേരടാ കടിക്കണ കുടിച്ചുപെട്ടിയാണ്. സത്യം പറയാല്ല, നമ്മൾ ഈ തഹസിൽദാറിനൊക്കെ ദൂരെ ഒന്ന് കണ്ടിട്ടുള്ളൂ. ഇത്ര അടുത്ത് കാണുന്ന ആദ്യമായിട്ടാ. ഇത്ര ഫ്യൂ ആണ് ഞാൻ കരുതിയിട്ടാ. അല്ല, ഇപ്പൊ എന്നാ വന്നതിന്റെ ഉദ്ദേശം? അല്ല, വളരെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സത്യം പറയാല്ല, ഞങ്ങൾ ഈ വില്ലയില് 15 വീട്ടുകാരുണ്ട്. പക്ഷെ ഇത്രയും ഡീസന്റ് ഫാമിലി എന്ന് പറഞ്ഞത് ജസ്റ്റിസ് സാറും സാറിന്റെ കുടുംബവും. അപ്പൊ നിങ്ങളുടെ ഫാമിലി ഒന്നും ഡീസന്റ് അല്ലേ? മഹാ ചെറ്റകളാണോ? അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ജസ്റ്റിസ് സാറിന്റെ പെരുമാറ്റവും ഇടപെടലൊക്കെ അത്ര ഫ്രീ ആണെന്ന് പറയരുത്. ക്രിസ്മസ് ആണല്ല, ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിന്റേതായ ട്രീറ്റും സ്നേഹമൊക്കെ എന്താ വെച്ചാ തെളിച്ചു പറ. അല്ല, ചെറുത് കഴിക്കണമായിരുന്നു. കഴിക്കോ അച്ഛൻ? കഴിക്കോ ചെറുത്? എന്തിനാ ചെറുതാക്കണേ? വലുതായിക്കോട്ടെ. കഴിക്കോ? അതാ, ഞങ്ങൾക്കൊപ്പം ഒന്ന് കഴിക്കോ? നിങ്ങൾക്കൊപ്പം കഴിക്കും, അതും നിങ്ങളുടെ ചെലവിൽ. വാ. ക്രിസ്മസ് ആയിട്ട് ജസ്റ്റിസ് സാറിന് വെക്കാൻ തരി ഒന്നാണ്. ഇപ്പോഴത്തേക്ക് നമ്മുടെ ഇവിടേക്കായി.
എന്താ വന്നില്ലേ? വരുന്നുണ്ട്. അപ്പാ അപ്പാ എടി നീ നമ്മുടെ അപ്പനെ കണ്ടോ? പിന്നെ നിങ്ങളുടെ അപ്പുറം നോക്കിയതാണോ എന്റെ പണി? ഓ ചോദിക്കണ്ടായിരുന്നു. എടി റൂമിൽ നേരം നോക്കിയേ. എവിടെ പോയി ഇത്? ഓ ആ സാറൊന്ന് പോയി സാറേ. ഞാൻ നേരത്തെ ഞാൻ അവിടെ കിടന്ന് ഉറങ്ങല്ലായിരുന്നോ? സാറല്ല, സാറിന്റെ അപ്പോൾ സാറ് എന്റെ അപ്പനോ? എന്താണ് കാരണം? എന്താണ് പ്രശ്നം? വേറൊന്നുമില്ല, ഇന്ന് ക്രിസ്മസ് ആയിട്ട് ഞങ്ങൾ സാറിനൊന്ന് കാണാൻ വേണ്ടി വന്നതാണ്. സാറില്ലാത്തതുകൊണ്ട് അപ്പനായിട്ട് സംസാരിച്ചപ്പോ ഞങ്ങൾ സത്യം പറഞ്ഞ അപ്പം പറഞ്ഞ് ചെറുതായിരിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞപ്പോ അടിച്ചോണ്ടിരിക്കുന്നു. ഒന്നും തന്നെ കഴിയുമ്പോക്കും എന്റെ ഒറ്റ അടി എന്നെ കാണരുത്. ആര്? ഈ സാറ്. അപ്പഴായിരിക്കില്ലത്. ഇവിടെ ഇറങ്ങി വന്നത് ആ കൂട്ടത്തിൽ ഇവന്റെ മോണ്ട കളിക്കുകയും ചെയ്തു, നിലത്തിട്ട് ചവിട്ടി കൂട്ടുകയും ചെയ്തു, തേങ്ങ കൊണ്ട് പൊതിക്കുകയും ചെയ്തു. അപ്പഴോ? വഴിയില്ല. തഹസിൽദാരായിരിക്കാൻ വഴിയില്ല. ജസ്റ്റിസ് സാറിന്റെ അപ്പൻ തന്നെ കറുത്ത കോട്ട്, കറുത്ത പാന്റ്, കറുത്ത കണ്ണട, ഒരു ഇത്രയും പോലത്തെ വയറും ഒരു റോസ് ഷർട്ടും ഒരു വടി. അത് അപ്പനല്ലേ? എന്നിട്ട് ശരിക്കും എന്താ ഉണ്ടായെന്ന് പറഞ്ഞേ? കാരണം ഞാൻ പറയാടാ, എടാ നല്ലൊരു ക്രിസ്മസ് ആയിട്ട് സാധനം മേടിച്ചു തരാന്ന് പറഞ്ഞ് ഇന്നാർ എന്നെ വിളിച്ചോണ്ട് പോയി. അവിടെ ചെന്ന് എന്നോട് പറയാ സാധനം തീർന്നു പോയിന്ന്. കൊല്ലം ഡ്രൈവന്മാരെ അപ്പൻ എന്തിന്റെ കേടാണപ്പാ? സാറിനറിയോ, 1 ലിറ്റർ മേടിച്ചു, 1 ലിറ്റർ. ഞാനൊരു 1.5, ദിവസം 1.5, ബാക്കി മുഴുവൻ ഈ പുള്ളി അടിച്ചത് ഈ കോട്ട്. അറിയോ? നിനക്കറിയാൻ പാടില്ലടാ, ഞാൻ 1-1.5 നിൽക്കുന്ന ആളല്ലാന്ന്. ഓട്സ് പാല് കഴിക്കാൻ സമയമായി. എന്റെ മോനെ അറിയണേ, എന്റെ മോനാണെങ്കിൽ ഓട്സും പാലും കഴിക്കുന്ന സമയമല്ല ഇപ്പോ. അവന് മീൻ വറുത്ത കെട്ടിയിൽ ചോറിട്ടിളക്കി തന്നെയാണ് ഏറ്റവും ഇഷ്ടം. കൾച്ചറോ? അതെ, കൾച്ചർ. ചേച്ചിക്ക് കൾച്ചർ ഉണ്ട്. ചേച്ചിയുടെ അച്ഛനെ കളക്ടറാ. ആരുടെ? ചേച്ചിയുടെ അച്ഛൻ. ഇതൊക്കെ എന്റെ പൊന്നു കൂടപ്പുറത്ത് കൊലനോട് പറയുന്നതിന് ഒരു അറിവില്ലല്ലോ. എടാ അടിമാലി ജനറൽ ഹോസ്പിറ്റലില്ലേ, ജനറൽ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിലെ 2 കൈയിൽ ചട്ടകം, കപ്പയും പോട്ടിയും കുത്തി ഇളക്കിയ മൂട്ടുപാത്രത്തിനകത്ത് ഐസ്ക്രീം കൊടുക്കുന്ന ഇവക്കടെ അപ്പനെ എന്നാടാ കളക്ടറായത്. നിങ്ങൾ വലിയ തഹസിൽദാരായിക്കോളൂ, അതിന്റെ അഹങ്കാരം മുഴുവൻ കേട്ടാ. ഞാനോ? എടാ ഞാനൊരു ഉഗ്രൻ തെങ്ങേറ്റക്കാരനാ. 100 തെങ്ങുള്ള തോട്ടത്തിലേക്ക് കയറി ഒരു തെങ്ങിൽ കയറിയിട്ട് അടുത്ത ഓലയിലേക്ക് പകർന്നാടി പോകുന്നുണ്ട്. നാട്ടുകാർ എനിക്കിട്ടങ്ങനെ പേരെന്നാന്നറിയോ? ഓലഞ്ഞാലിക്കുരുവിന്ന്. ആ പണിയും കഴിഞ്ഞ് താഴെ വന്നു കഴിഞ്ഞാൽ ഞാൻ ചുക്ക് ചുറ പോലെ കാശ് മേടിക്കുന്ന എന്നെ നീ വിളിച്ചതെന്താ? തഹസിൽദാരെന്നോ? ഇതേ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ വില്ലേജ് സെക്രട്ടറി ഖജാൻജി ഞങ്ങൾ അറിയോ? ഈ സെക്രട്ടറി കയാഞ്ചിയായാലും ഈ ഗേറ്റിങ്ങനെ പോകില്ല, അതായത് മതിലെടുപ്പോ ഞങ്ങൾക്ക് വന്ന വഴി നോക്കാം, ഞങ്ങൾ അത് പോയി പോകും. മനം കളയരുത്. വേറെ സെക്രട്ടറിയും കയാഞ്ചിയും ചേർന്ന ചേട്ടാ കണ്ടോ, മതിലാണ് എങ്ങനെയാ? ഇതൊക്കെ അപ്പന്റെ ഒരു നമ്പറാടാ. കോപ്പ് ഭയങ്കര മോശമായി പോയില്ലടാ. നിന്റെ അമ്മ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ പറഞ്ഞായിരുന്നു, കൊച്ചിന്റെ അടുത്ത് പോയിട്ട് ഒരുപാട് വെള്ളം കുടിച്ച് ഭക്ഷണമൊന്നും കഴിച്ച് അവരെ നാളെ കെടുത്തരുത്. കുറച്ച് ഭക്ഷണം നമുക്ക് കൊണ്ട് ചെല്ലാൻ പറഞ്ഞാല് നിങ്ങളുടെ VIP സെറ്റപ്പ് ഒന്നും അപ്പന് പറ്റില്ലടാ, അപ്പന് ചേരില്ല. ക്രിസ്മസ് ആയിട്ട് ഞാൻ നിന്റെ വീട്ടിലൊന്നും എന്റെ അവസ്ഥ ഇതാ. എന്തെങ്കിലും നിന്റെ മോന്റെ വീട്ടിൽ നീ കയറി ചെല്ലുമ്പോ നിനക്ക് ഈ അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവ്, ഇതിനു വേണ്ടിയാണ് എന്നെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചത്. അവളോട് പറഞ്ഞ കേട്ടോ, തഹസിൽദാര് പോയില്ല.
ഇച്ചായ എവിടെ നിങ്ങളുടെ അപ്പൻ? നിങ്ങൾ ഇത്ര കാലം എന്നല്ലേ കുറ്റം പറയാ? എന്റെ പൊങ്ങച്ചം കൊണ്ട് ആ വീട് മാറിയെന്ന് പറഞ്ഞു. ഇപ്പൊ അപ്പം വന്ന് നാണം നടത്തിയപ്പോ ആരും നോക്കിയില്ല. അതാണ് ആ കിളവ് വിളിക്കുന്നത്. എന്താ വെച്ചാ പറ, എന്നെ കൊണ്ട് വയ്യ. ഹലോ മോനോ? ദേ നിങ്ങൾ എന്നെ മോനെന്ന് വിളിക്കേണ്ട, ഞാൻ നിങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ല. നിനക്ക് എന്താണ് പറ്റിയേ? അപ്പാ നിങ്ങള് ഇവിടെ വലിഞ്ഞേറി വന്നിട്ട് എന്തൊക്കെ കാണിച്ചുകൂടെയെന്നറിയോ? ഇവിടെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ താമസിക്കുന്നിടത്തേക്ക് വലിഞ്ഞേറി വരിക, അത് എന്റെ കാര്യങ്ങളിൽ ഇടപെടുക ചെയ്യരുതെന്ന്. എനിക്ക് ആവശ്യമുള്ളൊക്കെ ഞാൻ അങ്ങോട്ട് അയച്ചല്ലോ. താൻ ആവശ്യമില്ലാതെ എന്റെ കാര്യങ്ങളിൽ ഇടപെടരുത് കേട്ടല്ലോ. അപ്പൻ സ്നേഹം വന്നേക്കുന്നു. നിനക്കെന്താടാ പ്രാന്താണോ? ഞാൻ നിന്റെ വീട്ടിൽ വന്നൂന്നോ? അപ്പാ അപ്പൻ ഇന്നിവിടെ വന്നില്ലെന്നാണോ പറയുന്നത്? ഞാൻ നിന്റെ വീട്ടിലേക്കൊന്നും ഞാൻ വന്നൊന്നുമില്ല. ഞാനേ നിന്റെ അമ്മ പറഞ്ഞിട്ട് വിളിക്കുക, ഞാൻ അവൾക്ക് കൊടുക്കാം. ഹലോ ഹലോ മോനെ, അമ്മച്ചിയാടാ. അമ്മച്ചി, ഈ അപ്പൻ ഇന്നിവിടെ വന്നിട്ട് എന്തൊക്കെ കാണിച്ചുകൂടെയെന്നറിയോ? അപ്പൻ എവിടെ വന്നു? അമ്മ അപ്പൻ ഇന്നിവിടെ വീട്ടിൽ വന്നെന്ന്. എന്നിട്ട് ഇവിടെ വന്ന് എല്ലാരും നാട്ടിച്ച് എന്നെ ആകെ നാണം കെടുത്തിട്ട് ഇവിടെ പോയെ. നീ നേരെ ഇങ്ങോട്ട് പറഞ്ഞുവിടരുത്. നീ എന്തുവായി പറയുന്നത്? അപ്പൻ എവിടെയാന്നാ പറയുന്നേ? എവിടെ വന്നുന്നാ? അമ്മ അപ്പനെന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്നു ക്രിസ്മസ് കൂടാറാന്നും പറഞ്ഞ്. അതെങ്ങനെയാ? അപ്പൻ ഇവിടെ വയ്യാതെ കാലിൽ ആണി കയറി പഴുത്തിട്ട് ഇവിടെ 5-6 ദിവസമായിട്ട് ഇവിടെ കിടക്കുക. അമ്മ എന്താ പറയുന്നത്? അപ്പനെന്ന് അവിടുന്ന് ഇവിടെ വന്നിട്ടില്ലെന്നാണ് പറയുന്നത്. നിന്റെ കൂടെ ഒരു നേരം ഈ ക്രിസ്മസിന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് ഞാൻ അപ്പനോട് പറഞ്ഞിട്ട് വിളിക്കുവാ നിന്നെ. അമ്മ എനിക്ക് അടുത്ത ക്രിസ്മസിന് ഞാൻ ഉണ്ടാവൂന്ന് പോലെ അറിയത്തില്ലടാ മോനെ. നീ ഇന്നും നാളെ ഇങ്ങോട്ട് വരുവോ? അമ്മ ഒന്ന് അപ്പനോടുത്ത്. അപ്പാ കട്ട് ചെയ്തു. അപ്പനും ഇവിടെ വന്നിട്ടില്ലെന്ന് പറയുന്ന അമ്മ. അപ്പം വന്നിട്ടില്ല. ഇപ്പൊ ഇവിടെ ആരും ഒന്നും അയച്ചാൻ പറയുന്നേ. എടി അമ്മ എന്തായാലും നുണ പറയോ? അപ്പന് കാലിലാണ് കയറിയിട്ട് 3 ദിവസമായിട്ട് കിടപ്പാന്ന്. പിന്നെ ഇവിടെ ആരും ഒന്നും വെച്ചായി പറയുന്നേ. എടി ഇവിടുന്ന് പോയ അപ്പം വീട്ടിലെത്താനുള്ള സമയം പോലും ആയിട്ടില്ല. അപ്പൊ അമ്മ പറയുന്നതാണ് സത്യം. അപ്പനല്ല വന്നത്. പിന്നെ അതല്ല ഞാനും ആലോചിക്കുന്നത്, ഇവിടെ ആരായിരിക്കും വന്നത്? മകനെ, നിന്റെ അപ്പൻ ഇവിടെ വന്നതുമില്ല, നിന്റെ മാനം കളഞ്ഞതുമില്ല. ഞാനാണ് നിന്റെ അരികിലേക്ക് വന്നത്. വന്ന വഴി മറന്ന് ജീവിച്ച നിന്നെ ഒരു സ്വപ്നം കാണിച്ചെന്നേ ഉള്ളൂ. ഞാൻ നിനക്ക് വേണ്ടി കരുതി വെച്ച പർദീസ നിന്നിൽ നിന്നും അകന്നു പോകാതിരിക്കുവാൻ വേണ്ടി നിന്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. ഇപ്രാവശ്യത്തെ ക്രിസ്മസ് ആഘോഷിക്കണം. അതെ ചയ, ഇവിടുത്തെ അസോസിയേഷനിൽ നമുക്ക് ഈ ക്രിസ്മസ് ഓടിച്ചു പൊളിക്കണം. ഇവിടുത്തെ അസോസിയേഷനിലല്ല, പിന്നെ എന്റെ നാട്ടില് എന്റെ അപ്പന്റെ അമ്മയുടെയും പെങ്ങളുടെയും കൂടെ പോയി പെട്ടി വാങ്ങിരി.